ക്രിസ്മസ് എക്സാം ആയിട്ടുണ്ട്, ഡേറ്റ് കിട്ടിയിട്ടുണ്ട്, ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഉഷാറായിട്ടിരിക്കുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ടില്ലേ. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം +1 ബിസിനസ് സ്റ്റഡീസിൽ എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ഇനി അധികം സമയമൊന്നുമില്ല, എങ്ങനെ നമ്മൾ പഠിച്ച് തീരും. അങ്ങനെ നമ്മൾ ഒരുപാട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഹാർഡ് വർക്ക് അല്ല ചെയ്യാൻ പോകുന്നത്, സ്മാർട്ട് വർക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് പോവാം എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് +1 ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് എക്സാമിന് വരാൻ വേണ്ടി പോകുന്നത്. അതും ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ എത്ര ടോപ്പിക്സ് ആണ് കവർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ക്യാരക്ടേഴ്സ് എഡ്യൂക്കേഷൻ ഡിയേഴ്സ്. സോ നമുക്ക് നോക്കാം എത്ര ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ സ്കീം ഓഫ് വർക്ക്. നമുക്കൊന്ന് സ്കീം ഓഫ് വർക്ക് അനലൈസ് ചെയ്ത് നോക്കാന്നേ. എങ്ങനെയാണ് വരുന്നത്? ടേം 1, അതായത് ഫസ്റ്റ് ടേം എക്സാമിൽ നമുക്ക് 3 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ്, അതുപോലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് നമ്മുടെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ്. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ടേം എക്സാമിനേഷൻ പക്ഷെ നമുക്ക് അങ്ങനെ സെൻട്രലൈസ്ഡ് ആയിട്ടൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു എക്സാം, ഒരു പ്രോപ്പർ എക്സാം ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ടേമിലുള്ള എക്സാമിനേഷൻ ആണ് അല്ലേ. സോ അതിൽ നമുക്ക് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് മക്കളെ? ഫോർത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് സർവീസസ്, അതുപോലെ നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, സിക്സ്ത് ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, സെവൻത്ത് ചാപ്റ്റർ ആയിട്ടുള്ള ഫോർമേഷൻ ഓഫ് എ കമ്പനി ആൻഡ് നമ്മുടെ എയ്ത്ത് ചാപ്റ്റർ ആയിട്ടുള്ള സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷന് വരാൻ പോകുന്ന ചാപ്റ്റേഴ്സ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമിന്റെ 3 ചാപ്റ്റേഴ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാനൊന്നും പറ്റില്ല. ടോട്ടലി നമുക്ക് 8 ചാപ്റ്റേഴ്സും ഈ ഒരു എക്സാമിന് നമ്മൾ കവറപ്പ് ചെയ്യണം. അതായത് നമ്മുടെ സിലബസിന്റെ ഏകദേശം ഒരു 80% നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ നന്നായിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? മോഡൽ എക്സാം വരും, പബ്ലിക് എക്സാം വരും. വെറും 20% ആയിരിക്കും പിന്നെ നമുക്ക് പിന്നീട് പഠിക്കാനായിട്ട് ഉണ്ടായിരിക്കുക. 80% നമുക്ക് ഇപ്പൊ തന്നെ കവറപ്പ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചും കൂടി സ്മാർട്ട് വർക്ക് ചെയ്താൽ മതി. സോ ആദ്യം 1ാമത്തെ ചാപ്റ്റർ മുതൽ ആദ്യത്തെ 8 ചാപ്റ്റേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു എക്സാമിന് വരുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ടോപ്പിക്സ് ആണ് നോക്കേണ്ടത് അല്ലെങ്കിൽ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ഡിസ്കസ് ചെയ്ത് വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണം. സോ ചാപ്റ്റേഴ്സ് എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അതുപോലെ സിലബസിന്റെ 80% കവറപ്പ് ചെയ്യും എന്നുള്ളതും ക്ലിയർ ആയല്ലോ അല്ലെ. സോ നമുക്ക് ഇനി നോക്കാം ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും ഏതെല്ലാം ടോപ്പിക്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ് ആണ് താഴെ തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ്? നമുക്കറിയാം ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ്. ഇവർ തമ്മിലുള്ള കമ്പാരിസൺ എന്തായാലും നമുക്ക് അറിഞ്ഞിരിക്കണം. കമ്പാരിസൺ ബിറ്റ്വീൻ ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് അത് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. നിങ്ങളോട് ചോദിക്കും എക്സ്പ്ലെയിൻ വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. അത് നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ്. ബിസിനസ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് അല്ലെ. ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇതിൽ തന്നെ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്തുണ്ട്? പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി, ടേഴ്സറി ഇൻഡസ്ട്രി. കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡ് ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിൽ പ്രോഫിറ്റ് മേക്കിംഗും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വേറെയും കുറച്ച് പോയിന്റ്സ് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ഒരു ടോപ്പിക് ബിസിനസ് റിസ്ക് ആണ്. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് റിസ്കിന്റെ കാരണം, നേച്ചർ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണങ്ങൾ നമുക്കറിയാലോ, ഹ്യൂമൻ മെയ്ഡ് ഉണ്ടായിരുന്നു, നാച്ചുറൽ കോസസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാരണങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഫൈനലി പുതിയതായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ബേസിക് ഫാക്ടേഴ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതും കൂടി നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഏകദേശം ഇത്രയെങ്കിലും കാര്യങ്ങൾ കവറപ്പ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത്രയെങ്കിലും ടോപ്പിക്സ് നമ്മൾ എന്തായാലും കവറപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നമുക്ക് നോക്കാം സെക്കൻഡ് ചാപ്റ്റർ. ഏതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ? ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആയിരുന്നു നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. ഇതിൽ നമ്മൾ 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പഠിക്കുന്നുണ്ട്. അതിൽ 1ാമത്തേതായിരുന്നു മക്കളെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇതിൽ ഓരോ ഫോമിന്റെയും ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ഇതെന്തായാലും അറിഞ്ഞിരിക്കണം. നമുക്കൊരു 4 മാർക്കിനൊക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ചോദിക്കാറുണ്ട്. സോ അതെന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ തന്നെ നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താന്ന് പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിക്കുന്നുണ്ട്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതിൽ തന്നെ പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി
ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഇതൊക്കെ കുറച്ച് നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കണം. ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് റെഗുലർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ജോയിന്റ് ഹിന്ദു ഫാമിലി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ അതൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഇത് നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങളാണ് അതിന്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കവർ ചെയ്യാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഏതാണ് മൂന്നാമത്തെ ചാപ്റ്റർ? പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് ഗ്ലോബൽ എന്റർപ്രൈസ്. സോ പ്രൈവറ്റ് പബ്ലിക് എന്റർപ്രൈസസിന്റെ ഡിഫറെന്റ് ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായിരുന്നു എന്ത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്താണ്, ഗവൺമെന്റ് കമ്പനി എന്താണ്. അത് ഇതിലും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്? അവരുടെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഒക്കെ റെഗുലർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക് എന്താണ് ആ ഒരു ചാപ്റ്ററിൽ? എന്താണ് MNC, മീനിങ് ഓഫ് MNC ആൻഡ് ഓൾസോ MNCന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്ലോബൽ എന്റർപ്രൈസ് അഥവാ MNC ട്ടോ, അതിന്റെ മീനിങ് പഠിക്കുന്നുണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്. അതും റെഗുലർ ആയിട്ട് എക്സാമിന് ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സോ അതും പഠിച്ചു വെക്കുക. സോ നമ്മുടെ തേർഡ് ചാപ്റ്ററും കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിലേക്ക് പോവാം. ബിസിനസ് സർവീസസ് ആണ് നമ്മുടെ 4ാമത്തെ പാഠം. ഇതിൽ നമ്മൾ വേരിയസ് ബിസിനസ് സർവീസസ് പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതായിരുന്നു എന്ത്? ബാങ്കിങ് എന്ന് പറയുന്നത്. ബാങ്കിങ് എന്താണ്? നമ്മൾ അതിൽ എന്ത് പഠിക്കുന്നുണ്ട്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പഠിക്കുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാങ്കുകൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ബാങ്കിങ് എന്താണ്? ഇലക്ട്രോണിക് ബാങ്കിങ്ങിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് സർവീസസ്, ATM ഒക്കെ പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇതൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യുന്നുണ്ട്. സോ അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ ഇൻഷുറൻസ് എന്ന് പറയുന്ന ബാങ്കിങ് സർവീസ് ആണ് പഠിക്കുന്നത്. ഇൻഷുറൻസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസും പഠിക്കുന്നുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും പഠിക്കുന്നുണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. സോ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല, പക്ഷെ പറയുന്ന കാര്യത്തിന് കുറച്ചും കൂടി ഒരു സ്ട്രെസ് കൊടുത്തിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ കമ്മ്യൂണിക്കേഷൻ സർവീസ് പഠിക്കുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് എന്താന്ന് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വെയർ ഹൗസിംഗ് എന്താന്ന് പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് വെയർ ഹൗസിംഗും നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ വേരിയസ് ടൈപ്സ് ഓഫ് വെയർ ഹൗസിംഗും നോക്കുന്നുണ്ട്, വെയർ ഹൗസസും നോക്കുന്നുണ്ട്. സോ ഇത്രയുമാണ് നമ്മുടെ ബിസിനസ് സർവീസസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് 5ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. എമേർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ് നമ്മുടെ 5th ചാപ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ബിസിനസ്സിൽ കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ടായിരുന്നത്. സോ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ബിസിനസ് വേഴ്സസ് കൊമേഴ്സ്. എന്താണ് ബിസിനസ്, എന്താണ് കൊമേഴ്സ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ സ്കോപ്പ് ഓഫ് ബിസിനസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ബിസിനസിന്റെ സ്കോപ്പ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? B2B, അതുപോലെ തന്നെ B2C, അതുപോലെ C2C എന്നൊക്കെ പറഞ്ഞൊരു 5 ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. സോ സ്കോപ്പ് ഓഫ് ബിസിനസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് ട്രഡീഷണൽ ബിസിനസ്. സോ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സും ഇലക്ട്രോണിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്താണ്? ഒരു കോളം ആക്കിയിട്ട് തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു ടേബിൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ഇലക്ട്രോണിക് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അതിൽ അടങ്ങിയിട്ടുള്ള റിസ്കുകൾ ഏതൊക്കെയാണ്, ഇലക്ട്രോണിക് ബിസിനസ് റിസ്കുകൾ ഏതൊക്കെയാണ്, ആൻഡ് ബെനഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ചെറിയൊരു ചാപ്റ്റർ ആണ്, നമുക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. സോ 5th ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കാം 6th ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത്. 6th ചാപ്റ്റർ ഏതാണ്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. സോ ഇതിൽ നമ്മൾ ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുള്ളത് പഠിക്കുന്നുണ്ട്. അതും നമ്മുടെ സമൂഹത്തിലുള്ള വേരിയസ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സിനോട്, ഓണറിനോട് ഒരു ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനോട് എന്താണ്, ഗവൺമെന്റിനോട് എന്താണ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളോട് ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ആൻഡ് എഗെയിൻസ്റ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്നും പറയുന്നുണ്ട്, വേണ്ട എന്നും പറയുന്നുണ്ട്. ആ വേണം വേണ്ട എന്ന് പറയുമ്പോഴും കുറച്ച് പോയിന്റ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വേരിയസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി, അതുപോലെ ലീഗൽ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയസ് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ബിസിനസ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് വെക്കണം, 4 മാർക്കിന് റെഗുലർ ആയിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മൾ അതിൽ പഠിക്കുന്നത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്താണ്, അല്ലെങ്കിൽ പൊല്യൂഷൻ, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ചെയ്യുന്നതിന്റെ നീഡ് എന്താണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിട്ട്, അതുപോലെ ബിസിനസ് എത്തിക്സ് എന്താണ് എന്നുള്ളത് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കവർ ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? സോ 7th ചാപ്റ്ററിലേക്ക് പോവാം.
സെവൻത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി ഫോം ചെയ്യുമ്പോൾ വരുന്ന സ്റ്റെപ്സ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. അതുപോലെ ഫങ്ഷൻസ് ഓഫ് എ പ്രൊമോട്ടർ, ഒരു പ്രൊമോട്ടർ ആരാണ്, അദ്ദേഹത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഒരു കമ്പനീന്റെ 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് ആണ് MOA AOA, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അല്ലേ. സോ അത് രണ്ടും എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. MOA എന്താണ്, AOA എന്താണ്, ഇതിൽ അടങ്ങിയിട്ടുള്ള കണ്ടൻസ് എന്താണ്. ഇപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്റെ കണ്ടൻസ് ആയിട്ട് നമ്മൾ കുറച്ച് ക്ലോസ് പഠിക്കുന്നുണ്ട്, ഒബ്ജക്ട് ക്ലോസ്, നെയിം ക്ലോസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ക്ലോസുകൾ എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. AOAയിലേക്ക് വരികയാണെങ്കിൽ അതിൽ കണ്ടൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻക്ലൂഡ് ആവുന്ന കുറച്ച് കണ്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പ്രോസ്പെക്ടസ് എന്താണ് എന്ന് പഠിക്കുന്നുണ്ട്, അതിൽ അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണ് വരുന്നത് പ്രോസ്പെക്ടസിൽ, അതും പഠിക്കുന്നുണ്ട്. സോ ഇത്രയും പോയിന്റ്സ് എങ്കിലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. സോ ഇനി നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്, 8ാമത്തെ ചാപ്റ്റർ ആണ്, വിച്ച് ഇസ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് ഫണ്ട് ആവശ്യമുള്ള സമയത്ത് അവർ ഏതെല്ലാം സോഴ്സിൽ നിന്നാണ് ഫണ്ട് റേസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് സോഴ്സസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ അത് തന്നെയാണ് ഈ താഴെ 1 by 1 ആയിട്ട് എഴുതി വെച്ചിട്ടുള്ളത്. എന്താണ് റീറ്റെയിൻഡ് ഏർണിങ്സ്, എന്താണ് ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിങ്, ലീസ് ഫിനാൻസിങ്, പബ്ലിക് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ അതായത് CP, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഷെയർ ഇഷ്യൂ ചെയ്യുന്ന ഷെയർ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിൽ തന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, ഇക്വിറ്റി ഷെയർ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രിഫറൻസ് ഷെയർ എന്താണ് എന്നുള്ളത് പഠിക്കാനുണ്ട്. ദെൻ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ എടുക്കാറുണ്ട്, ഇന്റർനാഷണൽ ഫിനാൻസിങ്. ഇത്രയും കാര്യങ്ങളാണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ നമ്മൾ പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8 ചാപ്റ്ററിലായിട്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിലും തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. ബട്ട് ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് നിങ്ങൾക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. സോ ഈ രീതിയിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ അതിന് ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സാമിന് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യണം. നമ്മുടെ ലൈവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നമ്മൾ ഉണ്ടായിരിക്കും. സോ ഇതിൻ്റെ ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്.